നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഉപയോഗിക്കുന്നത് ഹുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ്. ഏകദേശം 8-9 മാസമായി കാണാൻ എടുത്തിട്ട് 7189 കിലോമീറ്ററും ഓടിയിട്ടുണ്ട്. ഇത് എനിക്ക് വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഷോക്ക് അബ്സറിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. വിഷയമൊന്നും വേറൊന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന മാരുതിയും സ്കോർപ്പിയോ, അങ്ങനത്തെ മാരുതിയുടെ സെലീരിയോ, പിന്നെ സ്കോർപ്പിയോ, അങ്ങനത്തെ ഒരുപാട് വണ്ടി, 1-2 അല്ല ഒരുപാട് വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്നപ്പോൾ നമുക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് സത്യം പറഞ്ഞാൽ വെട്ടിയാട്ടോ ഇവിടെ ഒരു ഇതൊക്കെ ഉള്ളൂ, ക്വാളിറ്റിയൊക്കെ ഉള്ളൂ എന്നാണ് ഷോക്ക് അബ്സറിൻ്റെ ഒരു ഷോക്കിൻ്റെ ഒരു ഇതിൽ. പക്ഷേ 2 പേര് 3 പേര് ഇരുന്നാൽ ഇത് വളരെ സുഖമാണ്, വളരെ സുഖത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഒരു 5 പേര് ഇരുന്ന് കഴിഞ്ഞാൽ, 4-5 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ യാത്ര ചെയ്യാൻ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. വെട്ടിയാട്ടോയിൽ ഇതിനേക്കാൾ നന്നായിട്ടിരിക്കാം, ഇല്ലെങ്കിൽ KSRTC ബസ്സിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല എൻ്റെ കൂടെ ഇരുന്ന ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ മൈലേജ് ഹൈവേയിൽ എനിക്ക് വലിയ വിഷയം തോന്നിയിട്ടില്ല. ഏകദേശം നല്ല മൈലേജ് തന്നെയാണ് കിട്ടുന്നത്. ഒരു 18 തൊട്ട് അല്ലെങ്കിൽ 17 തൊട്ട് 20 വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്നൈക്കൊക്കെ പോയപ്പോൾ, ട്രിവാൻഡ്രം ടു ചെന്നൈ പോയപ്പോഴാണ്. അതേപോലെ തന്നെ ചെന്നൈ ടു ട്രിവാൻഡ്രം വന്നപ്പോഴും ഏകദേശം നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് വിത്ത് AC. പക്ഷേ സിറ്റിയിൽ മാത്രമല്ല, നമുക്കൊരു ചെറിയൊരു കൊല്ലം വരെ, ട്രിവാൻഡ്രം ടു കൊല്ലം വരെയൊക്കെ പോയാലും അദ്ദേഹം തരുന്ന മൈലേജ് എന്നുള്ളത് നമുക്ക് ഒരു ഉദാഹരണം ഒരു 300 കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 2 കിലോമീറ്റർ അല്ലെ 1 കിലോമീറ്റർ പോകാൻ വേണ്ടി ഇദ്ദേഹം എടുക്കുന്നത് 5 കിലോമീറ്ററിൻ്റെ ഉടനെ, അതായത് നമ്മൾ ഡിസ്റ്റൻസ് കാണിച്ചു കഴിഞ്ഞാൽ 200-300 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എടുക്കുന്ന 1 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ അത് 295 ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 5 കിലോമീറ്റർ നമുക്ക് ഓടണമെങ്കിൽ ഇതിൽ ആ ഡിസ്റ്റൻസിൽ നമ്മൾക്ക് കാണിക്കുന്നത് ഏകദേശം 260 കിലോമീറ്റർ കുറഞ്ഞിരിക്കും. 270-270 അല്ലെ 270 കാണിക്കത്തുള്ളൂ ഇനി. പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ട് ഹുണ്ടായി എക്സ്റ്റർ